അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം ഇന്ന് സൂറത്തുൽ അലഖിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അലഖിൻ്റെ ആമുഖമാണ് നാം മനസ്സിലാക്കിയത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. നന്നായി പാരായണം ചെയ്ത് പരിശീലിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിച്ച ആദ്യ സൂക്തങ്ങളാണ് ഈ 5 സൂക്തങ്ങൾ എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിലെ പാരായണ നിയമങ്ങൾ, പ്രത്യേകിച്ച് ഉച്ചാരണ ശുദ്ധിയാണ് പരിശീലിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ് ഖാഫുണ്ട് അല്ലേ, സുക്കൂനുള്ള ഖാഫാണ്, വ്യക്തമായി ഉച്ചരിക്കണം. അല്ലദീ ഖലഖ്, ഖാ ഉണ്ട്, ഖാഫുണ്ട്. അവസാനം ആയത്ത് അവസാനിക്കുന്നത് ഖാഫ് എന്ന അക്ഷരത്തിലാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ സൂറയിൽ തുടക്കത്തിൽ ഒരു അലിഫുണ്ടല്ലോ, അതെങ്ങനെ ഉച്ചരിക്കാം? അതിൻ്റെ മുകളിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു സ്വാദിൻ്റെ പീസാണ് ഉള്ളത് അല്ലേ. സ്വാദ് എഴുതുമ്പോഴുള്ള അതിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് അവിടെ ഉള്ളത്. ഇതെങ്ങനെയാണ് വായിക്കുക? ശരിക്കും ഊ എന്ന് വായിക്കാൻ തോന്നും. ഒരു ലമ്മ പോലെയാണ് അതിൻ്റെ കിടപ്പ്. ഫത്ഹാണോ? ഫത്ഹല്ല. അവിടെ വായിക്കുന്നത് ഈ കെസറ് ചേർത്തുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ. അപ്പം ശരിക്കും അതെങ്ങനെ വായിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഖുർആൻ പാരായണം ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഉസ്താദിനോട് ചോദിക്കേണ്ടി വരും എങ്ങനെ വായിക്കണം. ആ രൂപത്തിലാണ് അതിൻ്റെ ഘടന. അപ്പോൾ ശരിക്കും അറബി ഗ്രാമർ അറിയുന്നവർക്കാണ് കൃത്യമായിട്ട് അത് വായിക്കാൻ പറ്റുക. ഖറഅ വായിച്ചു, യഖ്റഉ വായിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൽപ്പന രൂപമാണ് ഇഖ്റ എന്ന രൂപം. ഇതേപോലെ തുടക്കത്തിൽ അലിഫ് വന്ന ഏതെങ്കിലും ഒരു സൂറ ഓർക്കുന്നുണ്ടോ? നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചപ്പോൾ അല്ലേ, അവിടെ ഇതേപോലെ ഒരു അലിഫുണ്ടായിരുന്നു. അലിഫിൻ്റെ മുകളിൽ ഇതേ ചിഹ്നം തന്നെയാണ് ഉള്ളത്. അവിടെ അൽഹംദു എന്ന് അ എന്നാണ് ആ അലിഫ് നാം ഉച്ചരിച്ചത്. ശരിക്കും അവിടെ ഫത്ഹ ഇല്ല. അവിടെയും ഇതേപോലെ തന്നെ ഹംദിൻ്റെ മുമ്പ് അലിഫ്ലാം വന്നതാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ വല്ലതുണ്ടെങ്കിൽ അതനുസരിച്ച് ആ അലിഫ് ഇല്ലാതെയായി പോകും. ഉദാഹരണത്തിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ ഹംദു എന്ന് നമുക്ക് വായിക്കാം. റഹീമി അൽ ഹംദു എന്നല്ല, റഹീമിൽ ഹംദു എന്നായിരിക്കും വായിക്കാം. അതേപോലെ ഇവിടെ വായിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമി ഖറ എന്ന് നമുക്ക് വായിക്കാം. റഹീമി ഇഖ്റ എന്ന് വായിക്കേണ്ടതില്ല. ചേർത്ത് ഓതുകയാണെങ്കിൽ റഹീമി ഖറ ബിസ്മി എന്ന് വായിക്കാൻ സാധിക്കും. അപ്പോൾ ആ നിലയ്ക്ക് ആ തുടക്കത്തിലുള്ള ഹംസ ഫ്ലെക്സിബിളാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിന് ഹംസത്തുൽ വസ്ൽ എന്നാണ് പേര്. മറ്റ് വാക്കുകൾ മുമ്പിൽ വരുമ്പോൾ അതനുസരിച്ച് ലയിച്ച് ചേരുന്ന ഹംസാണത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇഖ്റ, നീ വായിക്കുക. ആ കൽപ്പനയുടെ പിന്നിൽ നീ ഉണ്ട്. സാധാരണ അങ്ങനെയല്ലേ കൽപ്പന? ഖുൽ, പറയുക എന്ന് മാത്രമല്ല, നീ പറയുക എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത് അല്ലേ. അപ്പോൾ കൽപ്പനക്രിയ കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു സൂറയാണിത്. നമ്മൾ നേരത്തെ എത്ര ഖുൽ പഠിച്ചു? 4 ഖുൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഖുൽ കൊണ്ട് തുടങ്ങുന്ന 4 സൂറകൾ. അപ്പോൾ അതേപോലെ ഇവിടെ ഒരു കൽപ്പന കൊണ്ടാണ് തുടങ്ങുന്നത്. ഇഖ്റ, നീ വായിക്കുക എന്നാണ് തുടക്കം. ഖറഅ വായിച്ചു, ഇഖ്റ നീ വായിക്കുക. എങ്ങനെ വായിക്കണം? ബി കൊണ്ട് തുടങ്ങണം. ബി ഇസ്മ, ഇസ്മ നാമം,
അതിൻ്റെ ബഹുവചനം അസ്മാ എന്നാണ്. ഇഖ്റ ബിസ്മി, നാമം കൊണ്ട് ആരംഭിക്കുക, നാമം കൊണ്ട് നീ വായിക്കുക, അഥവാ നാമത്താൽ വായിക്കുക. റബ്ബിക്ക, ആരുടെ നാമം? നിന്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക. ആരാണ് നാഥൻ? അല്ലദീ, അവൻ, ഖലഖ, സൃഷ്ടിച്ചു, സൃഷ്ടിച്ചവനായ നിന്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക. വളരെ ആശയസമ്പുഷ്ടമായ ഒരു ആയത്താണിത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആരോടാ പറയുന്നത്? ഇവിടെ ആരാ നീ? ഒന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലേ? ഇപ്പോൾ ഞാനും നിങ്ങളുമാണ് നീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഖ്റ, നീ വായിക്കുക. ബിസ്മി റബ്ബിക്, നിന്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക. അല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ. വല്ലാത്തൊരു ആയത്താണത്. നീ വായിക്കൂ എന്ന് പറയുമ്പോൾ നീ ആരാ എന്നോട് കൽപ്പിക്കാൻ എന്ന് നമുക്ക് തോന്നൂലേ? തോന്നും. അപ്പോൾ അള്ളാഹു പറയാണ്, നീ അങ്ങനെ ദേഷ്യപ്പെടല്ലേ. ആരാണ് വായിക്കാൻ പറഞ്ഞെന്നറിയോ? നിന്റെ നാഥനാണ്, സൃഷ്ടിച്ചവനായ നിന്റെ നാഥനാണ്. അതുകൊണ്ട് അവൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഇവിടെ ശരിക്കും ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു നിയമമുണ്ട് അല്ലേ? ഖുർആൻ പാരായണം തുടങ്ങേണ്ടത് എങ്ങനെയായിരിക്കണം? ബിസ്മി കൊണ്ടായിരിക്കണം എന്നല്ലേ? അതിന് ഖുർആനിലുള്ള തെളിവാണിത്. ഇഖ്റ ബിസ്മി റബ്ബിക്ക, നിന്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പഠിപ്പിക്കുകയാണ്. അഊദു ഓതുന്നതിനെ കുറിച്ച് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും ഖുർആനിൽ തെളിവുണ്ട്. ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ് മിനശ് ശൈത്താനിർ റജീം. നീ ഖുർആൻ ഓതുമ്പോൾ പിശാചിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ഖുർആൻ ഓതുമ്പോൾ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പിന്നീട് ബിസ്മിയാണ് ഉച്ചരിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മി നമ്മൾ പഠിച്ചാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ ബിസ്മി അതിലെ ഒന്നാമത്തെ ആയത്തായിരുന്നു അല്ലേ? എന്നാൽ മറ്റ് സൂറകളിൽ തുടക്കത്തിലുള്ള ഒരു അടയാളമായിട്ടാണ് നിശ്ചയിക്കപ്പെട്ടത്. മാത്രമല്ല, എന്ത് കാര്യം ചെയ്യുമ്പോഴും എങ്ങനെയാവണം? ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിലാവണം എന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വായനയെക്കുറിച്ചാണ് പറയുന്നത്. ഇഖ്റ, നീ വായിക്കുക. ബിസ്മി റബ്ബിക്ക, നിന്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക. അള്ളാഹുവിനെ കുറിച്ച് റബ്ബ് എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ? നമ്മൾ പിന്നെ എവിടെയൊക്കെ റബ്ബ് പഠിച്ചത്? സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതേപോലെ ഖുൽ അഊദു ബി റബ്ബിൻ നാസ്, ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് പഠിച്ചു. ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഓർക്കുന്നില്ലേ? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത്. ആരാണ് റബ്ബ്? സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നവനാണ്, സസ്റ്റൈനറാണ് റബ്ബ് എന്ന് പറയുന്നത് അല്ലേ? നമ്മെ ജീവിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന, നമ്മെ പടിപടിയായി വളർത്തുന്ന, നമുക്ക് നിലനിൽക്കാൻ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കി തരുന്നവനാണ് റബ്ബ് എന്നതുകൊണ്ട് ഉദ്ദേശം. അതിനാൽ അവനെ മറക്കാൻ കഴിയുമോ? സാധ്യമല്ല. നിന്നെ വിളിക്കുന്നുണ്ട്. ആരാ വിളിക്കുന്നത്? ഉമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഓടൂല്ലേ? ഓടിച്ചെല്ലും. കാരണം ഉമ്മയാണ് എനിക്ക് ജന്മം നൽകിയ എൻ്റെ എല്ലാമായ ഉമ്മയാണ് വിളിക്കുന്നത്. എന്ന പോലെ അള്ളാഹു നമ്മളോട് വളരെ അടുത്ത് നിന്ന് പറയാണ്, നിന്നെ സംരക്ഷിക്കുന്ന, നിനക്കാവശ്യമായതെല്ലാം നൽകുന്ന റബ്ബ് ഞാനാണ്. ആ ഞാനാണ് പറയുന്നത്, നീ വായിക്കൂ. ഇഖ്റ ബിസ്മി റബ്ബിക്. എന്നിട്ട് ഒന്നുകൂടി പറയുന്നുണ്ട്, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ എന്ന് ചേർത്ത് പറയുന്നുണ്ട് അല്ലേ? നിന്നെ സൃഷ്ടിച്ചാന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല. സകലതിനെയും സൃഷ്ടിച്ചവനാണ്. നിന്നെയും നിൻ്റെ മാതാപിതാക്കളെയും നിൻ്റെ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും നീ ജീവിക്കുന്ന നാടിനെയും ഈ ഭൂമിയെയും ആകാശത്തെയും ലോകത്തെയും പ്രപഞ്ചങ്ങളെയും സകലതിനെയും സൃഷ്ടിച്ചവനായ. അപ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് വികസിച്ചു. റബ്ബുൽ ആലമീൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ പഠിച്ചില്ലേ? അതിൻ്റെ തന്നെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ പറയുന്നത് എന്ന് മനസ്സിലാക്കാം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. എന്താ ഇങ്ങനെ വായിക്കാൻ പറയുന്നത്? ശരിക്കും വായിക്കാനാണോ പറയേണ്ടിയിരുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? നമസ്കാരമല്ലേ?
അപ്പം അങ്ങനെയാകുമ്പോൾ നീ നമസ്കരിക്കൂ എന്നല്ലേ ആദ്യത്തെ ആയത്ത് വരേണ്ടത്. എന്തുകൊണ്ടായിരിക്കും നീ വായിക്കൂ എന്ന് ആദ്യമായിട്ട് അള്ളാഹു കൽപ്പിച്ചത്? അതിന് കാരണം എന്താണ്? അറിവാണ് പ്രധാനം. അറിവിൽ നിന്നാണ് ഇസ്ലാം ആരംഭിക്കുന്നത്. പഠിക്കാതെ നമുക്കൊരിക്കലും മുസ്ലിം ആവാൻ കഴിയില്ല. നീ എന്തുകൊണ്ടാണ് മുസ്ലിം ആയത്? എൻ്റെ ഉമ്മയും വാപ്പയും മുസ്ലിം ആയിരുന്നു. നമ്മളൊക്കെ അങ്ങനെയല്ലേ സാധാരണ മറുപടി പറയാം. ഇനി അത് അവസാനിപ്പിക്കണം. നീ എന്തുകൊണ്ട് മുസ്ലിമായി എന്ന് ചോദിച്ചാൽ, ഞാൻ ഇസ്ലാമിനെക്കുറിച്ച് അറിഞ്ഞു, പഠിച്ചു, ഉൾക്കൊണ്ടു, എനിക്ക് ബോധ്യമായിരിക്കുന്നു ഇസ്ലാമാണ് ഏറ്റവും ശുദ്ധ പ്രകൃതിയുള്ള ജീവിതക്രമം എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ മുസ്ലിമായത്. ഞാൻ എൻ്റെ ഉമ്മയും വാപ്പയും മുസ്ലിം അല്ലായിരുന്നെങ്കിലും ഞാൻ സത്യം തേടി അലയുമായിരുന്നു. അങ്ങനെ ഒരുപാട് അന്വേഷിച്ച് ഈ സത്യത്തിൽ ഞാൻ എത്തിച്ചേരുമായിരുന്നു. അങ്ങനെ പറയാൻ കഴിയണ്ടേ? നമ്മൾ സാധാരണ ചോദിക്കില്ലേ, നീ മുസ്ലിം ആയത് ബൈ ചാൻസ് ആണോ ബൈ ചോയ്സ് ആണോ എന്ന് ചോദിക്കും അല്ലേ? ബൈ ചാൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മയും വാപ്പയും മുസ്ലിം ആയതുകൊണ്ട്. ബൈ ചോയ്സ് എന്ന് പറഞ്ഞാലോ, ഞാൻ ബോധപൂർവം സെലക്ട് ചെയ്തതാണ് ഇസ്ലാമിനെ. ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതാണ്. കാരണം ഖുർആനിലെ ആദ്യ വചനം ഇഖ്റ, നീ വായിക്കുക എന്നാണ്. ഞാനങ്ങനെ വായിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി, അങ്ങനെ കണ്ടെത്തിയതാണ് ഈ ഇസ്ലാമിനെ എന്ന് പറയാൻ കഴിയണം അല്ലേ? ഇവിടെ ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇഖ്റ, നീ വായിക്കൂ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്ത് വായിക്കണമെന്ന് പറഞ്ഞില്ല. അതെന്തായിരിക്കും? സാധാരണ അങ്ങനല്ലേ, നീ പാഠപുസ്തകം വായിക്കും, അല്ലെങ്കിൽ നല്ലതേ വായിക്കാവുള്ളൂ എന്നൊക്കെ പറയില്ലേ? ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തും വായിക്കാം അല്ലേ? അക്ഷരങ്ങളെ വായിക്കാം. അക്ഷരങ്ങളെ നമ്മൾ പൊതുവെ വായിക്കാം. പിന്നെന്താ വായിക്കാൻ പറ്റുക? അനുഭവങ്ങളെ വായിക്കാം അല്ലേ? ഈ കാലത്തിനിടയിൽ നിങ്ങൾക്ക് പല അനുഭവങ്ങൾ ഉണ്ടാവില്ല ജീവിതത്തിൽ. അതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട്. അനുഭവങ്ങളെ വായിക്കണം, യാത്രകളെ വായിക്കാം, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ വായിക്കാം, കുടുംബ ബന്ധങ്ങളെ വായിക്കാം. ഇങ്ങനെ ഒരുപാട് വായന, വേദനകളെ, സന്തോഷത്തെ ഒക്കെ വായിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഒരുപാട് ലെസൺസ് ഉണ്ട്, നമ്മുടെ ജീവിതത്തിന് അറിവ് പകരുന്ന ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ടാണ് എന്ത് വായിക്കണമെന്ന് പറഞ്ഞില്ല. പക്ഷെ എങ്ങനെ വായിക്കണം? ബിസ്മി റബ്ബിക്, നിൻ്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കണം. ആദ്യം അള്ളാഹുവെ മനസ്സിൽ കൊണ്ടുവന്ന് ആണ് നീ വായിക്കുന്നതെങ്കിൽ നിൻ്റെ വായന ഒരിക്കലും തെറ്റിപ്പോവില്ല. അപ്പോൾ അവിടെ അക്ഷരങ്ങൾ മാത്രമല്ല, ഇന്ന് അക്ഷരങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ വിഷ്വൽസാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? സ്ക്രീന് കൂടുതൽ ശ്രദ്ധിക്കുന്ന കാലമാണ്. അതിനാൽ വിഷ്വൽസ് ആണ് കൂടുതൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതും അള്ളാഹുവിൻ്റെ നാമത്തിലാണെങ്കിൽ നമ്മൾ നല്ലതേ നോക്കുള്ളൂ, നല്ലതേ വായിക്കുള്ളൂ. ഇഖ്റ ബിസ്മി റബ്ബിക്, അങ്ങനെ നിൻ്റെ നാഥൻ്റെ നാമത്തിൽ നീ ഈ ലോകത്തെ തന്നെ വായിക്കാൻ ശ്രമിക്കൂ. അല്ലദീ ഖലഖ, അപ്പം നിനക്ക് ഉത്തരം കിട്ടും. എല്ലാത്തിനെയും പടച്ചത്, എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ഒരേ ഒരു ശക്തിയാണ്. ആ ഒരു ശക്തിക്ക് മാത്രമേ ഞാൻ വഴിപ്പെടുള്ളൂ എന്ന വലിയ തിരിച്ചറിവ് നിനക്കുണ്ടാവും. കണ്ടോ, ഈ ഒറ്റൊരായത്തിൽ അള്ളാഹു വലിയ ആശയങ്ങളുടെ ഒരു പ്രപഞ്ചം തന്നെ നിറച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അറിഞ്ഞ് ഉൾക്കൊണ്ട് വിശ്വസിച്ച് അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുന്ന, ജീവിതത്തെ കൃത്യമായി വായിച്ചറിയുന്ന സൗഭാഗ്യവാന്മാരിൽ, നല്ല മക്കളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.